ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കലൂർ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിലെ പെറ്റ് ഷോ റിപ്പോർട്ട് തേടി വനംവകുപ്പ്. എറണാകുളം കലൂരിലെ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിൽ ഓമന മൃഗങ്ങളെ അണിനിരത്തിയ പെറ്റ് ഷോയിൽ റിപ്പോർട്ട് തേടി വനംവകുപ്പ്. സോഷ്യൽ ഫോറസ്ട്രി വിഭാഗമാണ് റിപ്പോർട്ട് തേടിയത്. കുട്ടികളെ ആനപ്പുറത്ത് കയറ്റിയതിനും സ്കൂൾ പ്രിൻസിപ്പൽ വിശദീകരണം നൽകണം. ഷെഡ്യൂൾഡ് വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങളെ സ്കൂളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയുണ്ടായേക്കും. കഴിഞ്ഞ ദിവസമാണ് കലൂർ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിൽ പെറ്റ് ഷോ സംഘടിപ്പിച്ചത്. വളർത്തുമൃഗങ്ങളെ അടുത്തറിയുവാനുള്ള ഒരു അവസരമായാണ് പെറ്റ് ഷോ സംഘടിപ്പിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ആനയുൾപ്പെടെയുള്ള മൃഗങ്ങളെ സ്കൂളിൽ എത്തിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം ആനയുടെ ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു. ആനയ്ക്ക് പുറമെ കുതിര, എലി വർഗത്തിൽപ്പെട്ട ഹാംസ്റ്റർ, ആമ, ഇഗ്വാന, പൂച്ചകൾ, നായ്ക്കൾ, വർണ്ണമത്സ്യങ്ങൾ എന്നിവയും പെറ്റ് ഷോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനം മാറ്റിവച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനം മാറ്റിവച്ചു. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് അവസാന നിമിഷം പ്രഖ്യാപനം മാറ്റിയത്. ഒരു എഴുത്തുകാർക്കും ഇത് അംഗീകരിക്കുവാൻ കഴിയില്ലെന്ന് സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം കെ.പി. രാമനുണ്ണി മാധ്യമങ്ങളോട് പറഞ്ഞു. മലയാളത്തിൽ പുരസ്കാരത്തിനായി ഇത്തവണ എൻ. പ്രഭാകരനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മായാമനുഷ്യർ എന്ന നോവലിനെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. 24 ഭാഷകളിലേക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഇന്ന് വൈകിട്ട് 3 മണിയോടെ പ്രഖ്യാപിക്കുവാനായിരുന്നു തീരുമാനം. കേന്ദ്ര സാഹിത്യ അക്കാദമി അറിയിച്ചതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നതാണ്. കൃത്യം 3 മണിക്ക് തന്നെ പ്രഖ്യാപനം മാറ്റിവച്ചതായി അക്കാദമി അംഗങ്ങൾ അറിയിച്ചു. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഇടപെടലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. ഷാഫി പറമ്പിൽ ജയിച്ച വടകരയിൽ 50,000 വോട്ട് വർദ്ധിപ്പിച്ച് LDF നേട്ടമുണ്ടാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുൻപിൽ. പി. മോഹനൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുൻപിലെന്ന് CPIM നേതാവ് പി. മോഹനൻ. വടകര മുനിസിപ്പാലിറ്റിയിൽ LDF സീറ്റ് വർദ്ധിപ്പിച്ചു. ഷാഫി പറമ്പിൽ ജയിച്ച വടകര പാർലമെന്റിൽ LDF നേട്ടമുണ്ടാക്കി. വടകര പാർലമെന്റിൽ 50,000 വോട്ട് LDF വർദ്ധിപ്പിച്ചു. RJDയുടെ പരാതികൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വ്യാപകമായി വോട്ട് മറിച്ചുവെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് വ്യക്തമാക്കി. BJP UDFനെ പരസ്പരം സഹായിച്ചു. പറയുന്ന രീതിയിലുള്ള പരാജയം LDFനുണ്ടായില്ല. പഞ്ചായത്ത് ഭരണം ചിലയിടത്ത് നഷ്ടപ്പെട്ടു. എവിടെയൊക്കെ ക്ഷീണം സംഭവിച്ചു എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് മെഹബൂബ് വ്യക്തമാക്കി. ഒ. സദാശിവൻ കോഴിക്കോട് കോർപ്പറേഷൻ മേയറാകും. ഒ. സദാശിവൻ കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥി. ഡോക്ടർ S. ജയശ്രീയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത്. LDF ജില്ലാ കമ്മിറ്റിയുടേതാണ് തീരുമാനം. തടമ്പാട്ടുതാഴം ഡിവിഷനിൽ നിന്നാണ് ഒ. സദാശിവൻ വിജയിച്ചത്. LDFന്റെ മുതിർന്ന നേതാവായ ഒ. സദാശിവൻ 3 തവണയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. നിലവിൽ CPM കൌൺസിൽ പാർട്ടി ലീഡറാണ് ഒ. സദാശിവൻ. CPM കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗവുമാണ്. ജയശ്രീ കോട്ടുള്ളിയിൽ നിന്നുമാണ് മത്സരിച്ച് ജയിച്ചത്. സദാശിവനും ഡോക്ടർ ജയശ്രീക്കും പുറമെ ബേപ്പൂർ പോർട്ട് വാർഡിൽ നിന്നുള്ള പി. രാജീവിന്റെ പേരും സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. കോർപ്പറേഷനിൽ നിലവിലെ ഡെപ്യൂട്ടി മേയറും ഇത്തവണത്തെ CPMന്റെ മേയർ സ്ഥാനാർത്ഥിയുമായ CP മുസാഫർ അഹമ്മദിന്റെ തോൽവിയെ തുടർന്നാണ് പുതിയ ആളെ കണ്ടുപിടിക്കേണ്ടി വന്നത്. മീഞ്ചന്ത വാർഡിൽ മുസാഫറിന്റെ തോൽവി പാർട്ടിക്ക് വലിയ ആഘാതം ഉണ്ടാക്കിയിരുന്നു. പാലക്കാട് ധോണിയിൽ കാറിന് തീപിടിച്ചു, ഒരു മരണം. പാലക്കാട് ധോണിയിൽ കാർ കത്തി, ഒരു മരണം. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് റോഡരികിൽ കാർ കത്തിയത്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും എത്തി തീ അണയ്ക്കുകയായിരുന്നു. മുണ്ടൂർ വേലിക്കാട് റോഡിലാണ് സംഭവം. കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. മുണ്ടൂർ വേലിക്കാട് സ്വദേശിയുടേതാണ് കാർ. ആരാണ് കാറിനകത്തുണ്ടായിരുന്നത് എന്ന് വ്യക്തമല്ല. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആത്മഹത്യയാണോ എന്ന കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിക്കുകയാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥയുടെ മാല മോഷണം പോയി. കണ്ണീരോടെ ASI. സംഭവം കർണാടകയിൽ. കർണാടകയിലെ ശിവമൊഗ്ഗയിൽ കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ വനിതാ ASIയുടെ മാല മോഷണം പോയി. ശിവമൊഗ്ഗയിലെ കോട്ടെ പോലീസ് സ്റ്റേഷനിലെ ASI അമൃതയുടെ മാലയാണ് മോഷണം പോയത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റുന്നതിനിടെയാണ് ASI അമൃതയുടെ 5 പവൻ മാല നഷ്ടപ്പെട്ടത്. സ്വർണ്ണമാല നഷ്ടപ്പെട്ട വിവരം അമൃത തന്നെയാണ് സഹപ്രവർത്തകരെ അറിയിച്ചത്. തുടർന്ന് പരിസരമാകെ തിരഞ്ഞുവെങ്കിലും മാല കണ്ടെത്താനായില്ല. തിരക്കിനിടയിൽ ആരോ മാലയിൽ പിടിച്ചു വലിക്കുകയായിരുന്നു എന്ന് അമൃത പറഞ്ഞു. നാഷണൽ ഹെറാൾഡ്
കേസിലെ ഇഡി നടപടിയിലും തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റത്തിലും പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കർണാടകത്തിൽ കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ശിവമൊഗ്ഗയിലെ ബിജെപി ഓഫീസിന് മുൻപിലും പ്രതിഷേധം നടന്നത്. ഈ പ്രതിഷേധക്കാരിലെ സ്ത്രീകളെ നിയന്ത്രിക്കുവാൻ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥയാണ് എഎസ്ഐ അമൃത. കുത്തിയിരിപ്പിന് ശേഷം ബാരിക്കേഡിന് മുകളിൽ കയറാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. കടമെടുപ്പ് പരിധിയിൽ നിന്നും കേന്ദ്രം 5,900 കോടി കൂടി കുറച്ചു. കേന്ദ്ര സർക്കാരിന്റെ അവസാന കാലത്ത് വലിയ പ്രതിസന്ധികളുണ്ടാക്കും. കെ.എൻ. ബാലഗോപാൽ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഓരോ ഉത്തരവാദിത്വത്തിൽ നിന്നും കേന്ദ്രം പിന്മാറുന്നുവെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഫിസ്ക്കൽ ഫെഡറലിസത്തെ കേന്ദ്രം തകർക്കുന്നു. സംസ്ഥാനത്തിന് അധിക ബാധ്യത. കേന്ദ്രം സംസ്ഥാനങ്ങളുടെ വരുമാനം കവരുന്നു. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിങ്ങലിലാക്കുന്ന തെറ്റായ സാമ്പത്തിക നയം. സാധാരണക്കാരുടെ പണം എടുത്തിട്ട് വൻകിടക്കാർക്ക് കൊടുക്കുന്ന സമീപനം. ഇന്നലെ രാത്രി കേന്ദ്രത്തിൽ നിന്നും കത്തുവന്നു. കടമെടുപ്പ് പരിധിയിൽ നിന്നും 5,900 കോടി രൂപ കുറച്ചു. സർക്കാരിന്റെ അവസാന കാലത്ത് വലിയ പ്രതിസന്ധികളുണ്ടാക്കും. സംസ്ഥാന സർക്കാരിനെ ഇതുപോലെ ശ്വാസം മുട്ടിച്ച സന്ദർഭം ഉണ്ടായിട്ടില്ല. 25,000 കോടി രൂപ 5 വർഷം കൊണ്ട് കുറഞ്ഞുവെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.